കോരിച്ചൊരിയുന്ന മഴയാണ്. മഴയൊന്നും പ്രശ്നമാക്കുന്നില്ല സഖാവിന്റെ പ്രിയപ്പെട്ടവർ. അവകാശബോധ്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തിയ ആ മനുഷ്യന് അദ്ദേഹം നടന്നു താണ്ടിയ പോരാട്ട വീര്യങ്ങളുടെ ചരിതങ്ങളിലെല്ലാം ഇതിലുമേറെ മഴ നനഞ്ഞിട്ടുണ്ട്, ഒരു വെയിൽ കൊണ്ടിട്ടുണ്ട്. അതൊന്നും വി എസിന് വേണ്ടിയായിരുന്നില്ല, വി എസിന്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയായിരുന്നില്ല. ആ തലമുറയിൽ ജീവിച്ച വരാനിരിക്കുന്ന തലമുറയിൽ പോലും പ്രതിഫലമുണ്ടാക്കുന്ന പോരാട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ജനിച്ച് ജീവിക്കുന്ന മനുഷ്യന് നഷ്ടപ്പെടുന്ന അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് നേടിയെടുക്കാൻ കരുത്തുണ്ടാകണമെന്ന ബോധ്യമുറപ്പിച്ചു കൊടുത്ത പ്രതിഭാസത്തിന്റെ പേര് കൂടിയാണ് വി എസ്. കണ്ണേക്കരയിലെ വി എസ് എന്ന ആർത്തലിച്ച മുദ്രാവാക്യത്തിന്റെ ഒറ്റക്കരുത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാർക്കശ്യ മതിലുകളെ പൊളിച്ചെഴുതിയ നേതാവായിരുന്നു വി എസ്. ആറ്റിക്കുറിക്കിയ വാക്കും നിലപാടുകളുടെ തലപ്പൊക്കവും വി എസിനെ പാർട്ടിയിലെയും സർക്കാരിലെയും പൊതുസമൂഹത്തിലെയും തിരുത്തൽ ശക്തിയാക്കി. സംഘടനയ്ക്കപ്പുറത്തേക്ക് നിലപാട് കൊണ്ട് മുന്നോട്ട് പോയി. പലപ്പോഴും ബഫർ സോണുകൾ ഉണ്ടായിരുന്നു, നിയന്ത്രണ മേഖലകൾ ഉണ്ടായിരുന്നു വി എസിന് ചുറ്റും. പക്ഷെ തന്റെ നിലപാടുകൾക്ക് വേണ്ടി ആ ബഫർ സോണുകൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിച്ചു. പിന്നീട് കാലം തെളിയിച്ചു വി എസ് സഞ്ചരിച്ച പാതകൾ അത് ശരിയായിരുന്നു. ജനപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യന് ശരിപക്ഷത്തെ നിൽക്കാനാകൂ. ആ ബോധ്യങ്ങൾ ശരി മാത്രമേ ആകുള്ളൂ. അതുതന്നെയായിരുന്നു കാലം പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണിച്ചു തന്നത്. വരാനിരിക്കുന്ന തലമുറയ്ക്ക് വി എസ് ആരെന്ന് ചോദിച്ചാൽ പറയാനേറെയുണ്ട്. നമ്മുടെ ചുറ്റും ഇന്ന് കാണുന്ന തണ്ണീർത്തടങ്ങൾ, നികത്തപ്പെടാതെ ബാക്കിയുള്ള നെൽപ്പാടങ്ങൾ, അതെല്ലാം സംരക്ഷിക്കപ്പെടുന്നത് വി എസിന്റെ കാലത്തെ നിയമപരിഷ്കരണങ്ങൾ കൊണ്ട് മാത്രമാണ്. നമുക്ക് നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാമാണ്, ഞങ്ങളുടെ എല്ലാമാണ്. സങ്കടം ഉണ്ടാ പോരാട്ട വീതികളിലെ തീക്ഷ്ണതകൾ കൊണ്ട് അടയാളപ്പെടുത്തുന്ന മനുഷ്യൻ വരും തലമുറയ്ക്ക് ഓർത്തെടുക്കുക നമ്മൾക്ക് ചുറ്റും കാണുന്ന നമ്മൾ നേടിയെടുത്ത പോരാട്ടങ്ങളുടെ പേരിലായിരിക്കും, അവകാശങ്ങളുടെ പേരിലായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. ഒരായുസിൽ ബ്രിട്ടീഷ് രാജിനെതിരെ, പിന്നീട് ജന്മി കുടിയാൻ വ്യവസ്ഥിതിക്കെതിരെ, അത് കഴിഞ്ഞ് വർഗസമരത്തിന് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, അതിനുമപ്പുറത്തേക്ക് അഴിമതിക്കെതിരെ, സ്ത്രീപക്ഷത്തിന് വേണ്ടി, അങ്ങനെ ഒരു ആയുഷ്കാലത്ത് ഒരു മനുഷ്യന് എന്തിലെല്ലാം നിലകൊള്ളാനാകും, അടിസ്ഥാന വർഗത്തിന്റെ, മനുഷ്യരായി ജനിക്കുന്നവന്റെ, മനുഷ്യന്റെ ഏതെല്ലാം പ്രശ്നങ്ങൾ ഇടപെടാനാകും, അതിലെല്ലാം സക്രിയമായി ഇടപെട്ട അത്ഭുതം, അതാണ് വി എസ്. പലപ്പോഴും വിമർശനങ്ങളേറെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങൾ ആടി ഉലഞ്ഞില്ല. ആ വിമർശനങ്ങളെ തന്റെ ബോധ്യം കൊണ്ട് നേരിട്ടു. പിന്നീട് ആ ബോധ്യം ശരിയെന്ന് സമൂഹത്തെ കാണിച്ചു കൊടുത്ത അത്ഭുതം. ആ പ്രിയപ്പെട്ട സഖാവിനെ അവസാനം നോക്ക് കാണാൻ ആയിരക്കണക്കിന് മനുഷ്യരാണ് കണ്ണിചേർന്ന് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ 10,000-കണക്കിന് മനുഷ്യർക്ക് ഒരേപോലെ കണ്ണിചേരാൻ, ഒരേപോലെ ഏത് മഴയും, കൊരിച്ചിരുന്ന മഴയും തെല്ല് പോലും മൈൻഡ് ചെയ്യാതെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വി എസ് എന്ന വ്യക്തി അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് പകർന്ന വെളിച്ചത്തിന്റെ കൂടി ബാക്കി പത്രമായാണ്. കൊല്ലം ജില്ലയിൽ ഇപ്പോഴും ആ വിലാപയാത്ര തുടരുകയാണ്. 2:15 തിരുവനന്തപുരത്ത് നിന്ന് ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര 14 മണിക്കൂറോട് അടുക്കുന്നു. ദൂരം ചുരുങ്ങിയതാണ്, പക്ഷേ താണ്ടുന്ന വഴികളിൽ ആ മനുഷ്യർക്ക് അദ്ദേഹത്തെ കാണാതെ പോകാനാകില്ല. അവസാനമായ ഒരു നോക്ക് കണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നത് മാത്രമാണ് ആ മനുഷ്യൻ ആ സമൂഹത്തിന് അവർക്ക് വേണ്ടി നേടിക്കൊടുത്ത അവകാശങ്ങൾക്ക്, അവർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതത്തിന് നമുക്ക് തിരിച്ചു കൊടുക്കാനാകുന്നത്. അതെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന ദൃഢനിശ്ചയമായിരിക്കും ഏത് പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ട് ആ നീണ്ടു നിൽക്കുന്ന നിര. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമരസപ്പെടാത്ത, വിധേയപ്പെടാത്ത കർഷക നിലപാടുകൾ കാർക്കശ്യം സൂക്ഷിച്ച മനുഷ്യർ എന്തു ബാക്കിയാക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ പറയണം: നിഷ്കളങ്കരായ, നിഷ്പക്ഷരായ മനുഷ്യരുടെ ഹൃദയത്തിൽ കാലം എത്ര കഴിഞ്ഞാലും ഇങ്ങനെ ചേർന്ന് നിൽക്കും. വി എസ് എന്ന് കേൾക്കുമ്പോൾ അഭിമാനമുണ്ടാകും, വി എസ് എന്ന് കേൾക്കുമ്പോൾ അവകാശബോധ്യമുണ്ടാകും. അതായിരുന്നു ആ മനുഷ്യൻ ബാക്കിയാക്കിയത്. അലക്സ മുഹമ്മദ് കൂടി ചേർന്നു. അലക്സ് തുടരാം.
സുഹൈല കൊല്ലത്തേക്ക് വിലാപയാത്ര കൊല്ലത്തേക്ക് കടന്നിരിക്കുന്നു. കൊട്ടിയം കഴിഞ്ഞ് മുന്നോട്ടേക്ക് വന്ന് കൊല്ലത്തേക്ക് കടന്നിരിക്കുന്നു. ചിന്നക്കടയിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ചിന്നക്കടയിലാണ്. അവിടെ വലിയ തോതിൽ ജനസാഗരം അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ വഴിയിൽ ഉടനീളം അതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മൾ ആവർത്തിച്ച് കഴിഞ്ഞ സമയത്തൊക്കെ പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും റോഡിന്റെ ഇരുവശത്തും സ്ത്രീകൾ കൂട്ടമായി ഇറങ്ങി നിൽക്കുന്നുണ്ട്. BS-നെ ഒരു നോക്ക് കാണാൻ എന്നുള്ളതാണ്. വീടുകളിൽ നിന്ന് അവർ പുറത്തിറങ്ങി കൂട്ടമായി വന്ന് നിൽക്കുകയാണ്. കയ്യിൽ ഒരു പിടി പൂക്കളുമായാണ് അവർ അങ്ങനെ വന്ന് നിൽക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ, അന്ത്യാഭിവാദനം അർപ്പിക്കാൻ അവർ വന്ന് നിൽക്കുന്നത് ഒരു പിടി പൂക്കളുമായാണ്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. അത് അടയാളപ്പെടുത്താതെ പോകുക വയ്യ. അതാണ് അത് വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത്. ആ കൂട്ടത്തിൽ തൊഴിലാളികൾ അടക്കമുള്ളവരുണ്ട്. അതാ നോക്കൂ, ഈ പാലത്തിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെയും ഒരു അമ്മ BS-നെ കാത്തു നിൽക്കുകയാണ്. അത്തരത്തിൽ ഈ വൈകിയ വേള 3:30 മണി കഴിയുന്നു സുഹൈല. ഈ സമയത്തെല്ലാം അത്തരത്തിൽ ജനങ്ങൾ അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ, അന്ത്യാഭിവാദനം നേരാൻ അവർ വന്നിങ്ങനെ കാത്തു നിൽക്കുന്നു. ഈ വാഹനവ്യൂഹം അത് ഏതാണ്ട് കിലോമീറ്ററുകളോളം നീളുന്ന വാഹനവ്യൂഹമാണ് ഈ വിലാപയാത്രയുടെ ഭാഗമായി കടന്നു പോകുന്നത്. BS-ന്റെ ഭൗതിക ശരീരം കൊണ്ടുള്ള വാഹനം തൊട്ടു പിന്നാലെ വരുന്നുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ അത് കാണാം. ആ വാഹനം വരുന്ന ഇടങ്ങളിലൊക്കെ ആളുകൾ ഓടി ഇറങ്ങി വന്ന് കൈ കാണിക്കുന്നത്, അല്പസമയം ഒന്ന് നിർത്തിത്തരൂ, ഇത്തിരി ഒന്ന് വേഗം കുറച്ചു തരൂ, പ്രിയപ്പെട്ട സഖാവിനെ ഒന്ന് കണ്ടോട്ടെ, അവസാനമായി ഒന്ന് കണ്ടോട്ടെ. ഈ മണിക്കൂറുകൾ അത്രയും തങ്ങൾ കാത്തിരുന്നത് അതിനു വേണ്ടിയാണ് എന്ന വികാര വായ്പോടുകൂടി അവർ പറഞ്ഞുകൊണ്ടാണ് അവർ അവിടേക്ക് ഓടിയെത്തുന്നത്. അവർ മുദ്രാവാക്യം വിളിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനായുള്ള ഒടുവിലത്തെ മുദ്രാവാക്യം വിളിയാണ് എന്നുള്ള കാര്യം അവർക്കറിയാം. ആ മുദ്രാവാക്യം അവർ ഏറ്റവും ആവേശത്തോടെ വിളിക്കുകയാണ്. കാരണം ജീവിതത്തിന്റെ 102 വയസ്സ് വരെയുള്ള ഈ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയമെല്ലാം ജീവിച്ചത് അവർക്ക് വേണ്ടിയാണ് BS. ചിന്നക്കടയിലേക്ക് എത്തുകയാണ് സുഹൈല. ചിന്നക്കടയിൽ വലിയ തോതിൽ ജനങ്ങളുടെ പങ്കാളിത്തമുണ്ട്. BS-നെ ഇഷ്ടപ്പെടുന്നവരുടെ, സ്നേഹിക്കുന്നവരുടെ പങ്കാളിത്തമുണ്ട്. നോക്കൂ, BS-ന് റെഡ് സല്യൂട്ട് ടു കോമ്രേഡ് എന്ന് BS-ന് നേരുകയാണ്. BS-ന് ഒടുവിലത്തെ റെഡ് സല്യൂട്ട് അവർ നേരുന്നു. അവർ BS-നെ കണ്ണും കരളുമായ BS-ന് വേണ്ടി കാത്തു നിൽക്കുന്നു. അത്തരത്തിൽ അന്ത്യാഭിവാദനം നേരുന്നുണ്ട്. സുഹൈല, വൈകാരികമായ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുവരികയാണ്. ആ കാഴ്ചകൾ ഇപ്പോഴും ഇങ്ങനെ തുടരുന്നു. അത് ഈ മണിക്കൂറുകളാകെ തുടരുമെന്നുള്ളതാണ്. ഈ വിലാപയാത്ര ആകെ വൈകിയിട്ടുണ്ട്. 6-7 മണിക്കൂർ വൈകിയിട്ടുണ്ട്. 4 മണിയോടുകൂടി അടുക്കുന്നു. ഏതാണ്ട് 3:45 ആകുന്ന സമയം. ആ സമയത്തിലേക്ക് അടുക്കുമ്പോഴും ഇപ്പോഴും ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. അവർ വിശ്രമിക്കാനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോകാം, കാത്തുനിന്ന് മടുത്തില്ലേ, ഇത്ര സമയമായില്ലേ എന്നൊരു ചിന്ത അവർക്ക് ഇക്കാര്യത്തിലില്ല. മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുന്നുണ്ട് പല ഘട്ടങ്ങളിലായി. ആ മഴയിൽ പോലും ആ വിപ്ലവ ആവേശം, ആ സ്നേഹവായ്പ ഒന്ന് കുറയ്ക്കാൻ ആ മഴയ്ക്ക് പോലും ആയിട്ടില്ല എന്നുള്ളതാണ് സുഹൈല. അത്തരത്തിൽ ആ സ്നേഹവായ്പ അവർ തുടരുന്നു. നോക്കൂ, ആദ്യഘട്ടങ്ങളിൽ കണ്ടത് ഈ പ്രവർത്തകർ ഈ വാഹനത്തിന്റെ ഇരുവശങ്ങളിലും അനുഗമിച്ച് ഇങ്ങനെ ഓടുന്നതാണ് കണ്ടത്. അതൊഴിവാക്കുന്നതിന് വേണ്ടി വാഹനം വേഗത കൂട്ടി കടന്നു പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഇപ്പോൾ പ്രവർത്തകർ അവരുടെ സ്വന്തം ഇരുചക്ര വാഹനങ്ങളിലും അതുപോലെ കാറുകളിലുമൊക്കെയായി നീണ്ട നിരയായി ഈ വാഹന വ്യൂഹത്തോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ BS-ന്റെ വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അതവരുടെ സ്നേഹമാണ്. അവരുടെ ഇടങ്ങളിൽ അവരുടെ അന്ത്യാഭിവാദനം നേർന്നെങ്കിൽ പോലും അതിലൊടുങ്ങാതെ അവരുടെ സ്നേഹവായ്പ ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട്. അത് അവർ ഒപ്പം ചേർന്ന് അനുഗമിച്ചത് അവർ പ്രകടിപ്പിക്കുക കൂടിയാണ്. അതാണെങ്കിലും അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങൾ ഈ പാതയിലുടനീളമുണ്ട് സുഹൈൽ. തിരുവനന്തപുരത്ത് നമ്മൾ ആരംഭിച്ച് കൊല്ലത്തേക്ക് എത്തുമ്പോൾ ആ പാതയിലുടനീളം നമ്മൾ കണ്ടത് വൈകാരികമായ നിമിഷങ്ങളാണ്. അതിൽ പ്രായമായ സ്ത്രീകൾ എത്രയോ കണ്ടു, എത്രയോ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പ്രായമായ സ്ത്രീകൾ ഈ റോഡിന് ഇരുവശങ്ങളിലേക്ക് ഓടി വന്ന് തങ്ങളുടെ സഖാവിനെ കാണാൻ ഓടി വന്ന് ആർത്തിരമ്പി വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. പലർക്കും ഈ BS-ന്റെ മൃതശരീരം പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇടത്തേക്ക് തല എത്തില്ല, അവർക്ക് അത് എത്തി നോക്കാൻ എത്തില്ല. എന്നിട്ട് പോലും അവർ തറത്തിരപ്പിൽ നിന്ന് എത്തിച്ചാടി നോക്കുന്നതും ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ആ വാഹനത്തിൽ ജസ്റ്റ് ഒന്ന് കയറി തലയൊന്ന് മുകളിലേക്ക് ഉയർത്തി BS-നെ കാണുന്നത് അവസാനം